വന്ദനം വന്ദനമേ ഗുരുവേ 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 ഗുരുവേ. രോഹിണി അരുളിയാലും സ്വാമി, ഉരുളിയായിരുന്നു അറിഞ്ഞാലും സ്വാമി. ഇന്ന് വൈകിട്ട് രോഹിണി പൂജയുണ്ട് സ്വാമി. അപ്പോൾ ഈ അശ്വതി അശ്വതി പൂജ നാളെ. വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ 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 ഗുരുവേ. Very fast, sister. It is fast. It is wow. It is fast. It is princess. No, the bat of the last in heaven. Wow. What is the base of the Kivasin bat? And very fast, she is mountain turning. One time, go to where? Correct. വന്ദനം വന്ദനമേ ഗുരുവേ ഗുരുവേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ 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 ഗുരുവേ 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 ഗുരുവേ. സ്വാമി ദർശനത്തിന് ആളുകൾ എത്തിയിട്ടുണ്ട്. ദർശനത്തിന് ആൾ വന്നിട്ടുണ്ടോ? എന്നെല്ലാവരും ഒരു ഭജനക്കാരെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോ? ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോടേ. വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ ഗുരുവേ ഗുരുവേ. അഭയം സ്വാമി, അഭയം സ്വാമി. ഇരുന്നു കൊള്ളൂ സ്വാമി. ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ സ്വാമിയെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടു? സ്വപ്നമൊക്കെ അവിടെ നിൽക്കട്ടെ. ഭോജിച്ചോ വല്ലതും? അയ്യോ, ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചിട്ടില്ല. ഈ അന്തരീക്ഷത്തിൽ നിന്നും 2 ഇഡലി എടുത്തു തരട്ടെ? അങ്ങയുടെ താല്പര്യം പോലെ. കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊള്ളൂ. കുമാര, ഓ ആ ഇഡലിയും കിടത്തേ. ഇത് ഒരു ഇഡലി അല്ലേ ഉള്ളൂ. ഞാൻ 2 ഇഡലി കൊടുക്കാന്ന് പറഞ്ഞു പോയി. രാവിലെ പോലെ വീട്ടിൽ പുറകെ ഞാൻ പട്ടിണിക്ക് ഇരിക്കുമായിരുന്നു. ആണോ? ഉടനെ ഞാൻ എടുത്തൊക്കെ തിന്നോ? പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും പറയാം. കണ്ണു തുറന്നുകൊള്ളൂ. ഹായ്, ഇഡ്ഡലി. ഇഡലി ഇഡലി എന്നാ സ്വാമി ഇത്? 2 ഇഡ്ഡലി തരാന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഇഡ്ഡലി ഉള്ളൂ. മറ്റു ഇഡ്ഡലി എവിടെ പോയി? മറ്റേ ഇഡലി അന്തരീക്ഷത്തിൽ കിടന്ന് വേവുകയാണ്. എന്ത് കഴിയുമ്പോൾ എടുത്തു തരാം. കറിയാസ്വാമി. കറിയാസ്വാമി ലീവാണ്. അതല്ല, എന്തെങ്കിലും ഒഴിച്ച് കഴിക്കാനുള്ള കറി താ സ്വാമി. ഓ കറി. കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. കുമാര, ഓ കറി കൊടുക്കാൻ. കറിയോ? നിങ്ങൾ പഞ്ചാര കൂട്ടിയല്ലേ തിന്നുന്നത്? ഞാൻ പഞ്ചാര കൂട്ടിയല്ല, പക്ഷെ ഇവൻ കറി ഞാൻ ചെയ്യും. എന്നാ കറി എടുത്ത് ഒരു മണിയാ സാമ്പാർ എടുക്ക്. സാമ്പാറോ? വളിക്കതാ. സാരമല്ല, ഒഴിച്ചു കൊടുക്ക്. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ധാരാണ് സ്വാമി. ഇതാണ് ഹരി. അല്ല, ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന ദ്വിമുഖ പ്രതിമയാണ്. ലോക ജനത്തിനു വേണ്ടി മനസമാധാനം വിളമ്പുന്നതാണ്. കണ്ണടച്ചുകൊള്ളൂ. കൊണ്ടുപോടാ. അയ്യോ, കണ്ണിൽ സാമ്പാർ പോയി. എന്റെ സ്വാമി, ഇത് കണ്ടോ സ്വാമി? എന്താണ്? ഈ ദിവ്യമായ ആശ്രമത്തിന് മുമ്പിൽ ഒരു പെണ്ണൊരാണും നിന്ന് സംസാരിക്കുന്നു. സാരമില്ല, ഒരു പെണ്ണും ആണുമല്ലേ സംസാരിക്കുന്നത്. അവര് സംസാരിച്ചോട്ടെ, തനിക്കെന്താ? എന്റെ സ്വാമി, ആ ചെറുക്ക് ആ പെണ്ണിന്റെ തോളത്ത് കൈ വെക്കുന്നു. സാരമില്ല, ഒരു പെൺകുട്ടിയുടെ തോളത്ത് ഒരു ആൺകുട്ടിയല്ലേ കൈവച്ചത്. സാരമില്ല. എന്റെ സ്വാമി, ആ ചെറുക്ക് ആ പെൺകുട്ടിനെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ കുത്തുവാളയെടുത്ത് നാശിച്ച് തെണ്ടി പുഴുപ്പട്ടിയെ പോലെ വെള്ളം ഇറങ്ങാതെ ചാകും. അത് സ്വാമിക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാന്നോ? അവൻ കയറ്റിക്കൊണ്ട് പോയ പെണ്ണ് എന്റെ പെണ്ണുപിള്ളയാടാ. വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ 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 ഗുരുവേ 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 ഔട്ട്. വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ വന്ദനം വന്ദനമേ ഗുരുവേ. Wow, that is of the madama. Please sit down. The sofa comfort. What friends no? രോഹിണി പൂജ, അശ്വതി പൂജയൊക്കെ ഇവിടെ നടക്കാറുണ്ട്. നമുക്കൊരു മദാമ പൂജ നടത്തിയാലോ? ശരിയാ. ബാക്കിയുള്ള പൂജ കണ്ട് ഞാൻ മടുത്തു. ഇതാകുമ്പോ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഞാൻ എടുത്തു തരും ഇഡലിയും വളിച്ച സാമ്പാറും ഒക്കെ. അയ്യോ, എനിക്കിപ്പോ ഇഡലി സാമ്പാറൊന്നും വേണ്ട. പിന്നെ എന്നാ വേണം? എനിക്ക് കുറച്ച് മനസമാധാനം തന്നാ മതി. സ്വാമി, ഒരു മതാപൂജ. ഇവനെ പോലെ ഉള്ളവനൊക്കെ ആശ്രമത്തിൽ നിർത്തി എന്റെ കാര്യം കഷ്ടപ്പോക. മദാമ, what's the force of grace? Hey, look. എന്റെ ദൈവമേ, ആരാണ്ട് കയറി. മദാമ താഴെ ഇരുന്നോ. Sit down. ഇനി ഇവിടെ ഒരുമിച്ച് ഇരിക്കണ കണ്ടാൽ മതി, നാളെ പത്രത്തിലൊക്കെ വരാൻ. What's the horse? Let's bar.
സ്വാമി നമോഭാഗം. ഭജനയ്ക്ക് വന്നതായിരിക്കും. അയ്യോ അല്ല, ഇന്റർവ്യൂവിന് വന്ന അതെ, ക്യാമറ ഒക്കെ ഉണ്ട്. ക്യാമറ ഉണ്ടോ? അതെ അതെ. സ്വാമി, ഇത് ഒരുപാട് വിദേശ വനിതകളൊക്കെ ശിഷ്യത്തികളായിട്ടുണ്ടല്ലേ? ഇത് അങ്ങനത്തെ ഒരു ശിഷ്യത്തി ആയിരിക്കും. അത് പറയാൻ പുറത്ത് പറയാതിരിക്കണെങ്കിൽ പറയാം. ഞാൻ തമ്പാനൂർ സ്റ്റാൻഡിൽ വെച്ച് ഒരു ദിവസം പരിചയപ്പെട്ടതാ. എന്നോട് കോവളത്തിന് വഴി ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തില്ല, നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. ആശ്രമം ആകുമ്പോ ഒരു വിദേശ വനിതയ്ക്ക് ഇരിക്കുന്ന ഒരു മാർക്കറ്റ് അല്ലേ? അതെ അതെ. ഇന്ന് വരെ കോവളത്തേക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ടില്ല. സ്വാമി, പിന്നെ സ്വാമിനെ തൊട്ടോട്ടെ. സ്വാമിനെ ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് എപ്പോഴാണ്? എന്നെ ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് ഞാൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും എന്നെ സ്വാമി 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 എന്ന് പറഞ്ഞു വിളിച്ചു. പിന്നെ മലയ്ക്ക് പോവാൻ മാലയിട്ട പിന്നെ സ്വാമി എന്നല്ലാണ്ട് പിന്നെ വേറെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ ആദ്യമായിട്ട് വിളിച്ചത് അവിടെ വെച്ചാ. പിന്നെ സ്വാമി, ഈ രുദ്രാക്ഷം നമ്മുടെ ടി വിയിലെ കാണുന്ന പോലെ ഈ വസുഗന്ധക രുദ്രാക്ഷം തന്നെയാണോ? അതൊന്നും അല്ലല്ലേ ഇത്. പിന്നെ ഇത് ശരിക്കും പുളിങ്കുരുവാ. പുളിങ്കുരു ചെതലെടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ അതിലൊരു നൂലെ കോർത്ത് കഴുത്തിലിട്ടതാ. ഒറിജിനൽ രുദ്രാക്ഷൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ? ശരി, ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ? പുലിപ്പല്ലോ? നീ പുറത്ത് പറയരുത്. എനിക്ക് ഈ കിഴങ്ങും കടലയൊക്കെ തിന്നു കഴിഞ്ഞാൽ ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഇതാകുമ്പോ വെളുത്തുള്ളി കെട്ടി തൂക്കിട്ടേക്കണം. ഇതാകുമ്പോ ഇങ്ങനെ മണക്കുകയും ചെയ്യാം, തിന്നുകയും ചെയ്യാം. ശരി, ഓക്കെ, നല്ല മാർഗം, നല്ല മാർഗം. പിന്നെ സ്വാമി, ഈ അടുത്ത കാലത്ത് സ്വാമിമാർക്കെല്ലാം കഷ്ടകാലമാണ്. ഒരുപാട് സ്വാമിമാരെ പോലീസ് പിടിച്ച് ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്തു. എന്തോ ഒരു സ്വാമിയാരെ പിടിച്ചെന്നറിയാം. അതുപോലെ സ്വാമിനെ പിടിക്കുകയോ ലോക്കപ്പിലിടുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഇന്ന് വരെ. ഇനി ഞാൻ ജയിലിൽ കിടക്കില്ല. ജയിലിൽ കിടന്നിട്ടേ ഇല്ല? കിടക്കുക പോലും കിടക്കൂല. ഇല്ല, അത്രയ്ക്ക് ദിവ്യശക്തിയാണ് സ്വാമിക്ക്. ദിവ്യശക്തിയല്ല, ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ സ്വാമി. പിന്നെ സ്വാമി, ഈ സാധാരണ സിനിമാ രംഗത്തും കലാരംഗത്തൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ഭക്തി. അപ്പൊ ഈ സിനിമാ നടന്മാർക്കാണോ അതോ സിനിമാ നടിമാർക്കാണോ കൂടുതൽ ഭക്തി? നടിമാർക്ക്. അതെന്താണ് സ്വാമി? സംശയമുണ്ടോ? സംശയമുണ്ട്. എന്റെ ബ്ലൂടൂത്ത് ചെക്ക് ചെയ്ത് അതല്ല, ഓക്കെ പോട്ടെ. ഇനി ഭക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചു. അതായത് നമ്മുടെ ഈ ഭൂലോകത്ത് 33 കോടി ദൈവങ്ങളുണ്ടെന്നാണ് വൈപ്പ്. ഉണ്ടോ? ഉണ്ട്. അത് ശരി. ഈ 33 കോടി ദൈവങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് പൂജക്കുള്ള സമയമായി. അല്ല സ്വാമി, ഇത് പറഞ്ഞിട്ട് പൂജക്കുള്ള സമയമായി. ഇതിന് മുമ്പ് നമുക്ക് പറയാലോ. പൂജ കഴിഞ്ഞിട്ട് പൂജ അല്ല, നമ്മുടെ ലൈവ് വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ 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 വന്ദനം വന്ദനമേ ഗുരുവേ വന്ദനം വന്ദനമേ. സ്വാമി ശല്യപ്പെടുത്തരുത്. ഒരു കാര്യം സംസാരിക്കാനെന്ന്. ശല്യപ്പെടുത്തരുത്. സ്വാമി സാക്ഷാൽ ദൈവവുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് സ്വാമി വന്ദനം. സ്വാമി വന്ദനം. സ്വാമി, എനിക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. ഉണർത്തിച്ചോളൂ. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി അനുഗ്രഹവും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി. ശരിയാണ്. ഇവിടെ വരുന്ന നമ്മുടെ ആശ്രിതർക്ക് നാം അവരുടെ സങ്കടങ്ങൾ മാറ്റും, അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ എല്ലാം ചെയ്യാറുണ്ട്. എന്താണ് തന്റെ ആഗ്രഹം? സ്വാമി, ഇപ്പോൾ ഞാൻ സസ്പെൻഷനില്ല. നല്ലൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് ജോലിയിൽ വീണ്ടും തിരികെ പ്രവേശിക്കണം. ഇപ്പോൾ സസ്പെൻഷനിലാണ്. അതെ. നല്ലൊരു കാര്യം ചെയ്ത് ജോലിയിൽ തിരികെ പ്രവേശിക്കണം. എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? നമ്മുടെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പിനെ ഒന്ന് പിടിക്കാനുള്ള ശക്തിയും ഊർജസും സ്വാമി എനിക്ക് തരണം. ആരെ? സുകുമാരക്കുറുപ്പിനെ പിടിക്കണം. ഞാൻ ആർക്കും പിടി തരില്ലടാ സ്വാമി. ഹലോ, ആ സിന്ധുവിനെ ഒന്ന് കിട്ടുവോ? ഇല്ലേ, ബിന്ദുവിനെ ആയാലും മതി. ഏയ് ചന്തു വേണ്ട. എന്നാ പിന്നെ ഗ്ലാഡീസ്, ഓമന അങ്ങനെ ആരുടെയും കൊടുക്കൂ. ഇവളുമാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നോ? ഹലോ ചിന്നു. ഹായ് ചിന്നു, ഞാൻ ലോലു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. ഇന്നെന്റെ ബർത്ത്ഡേയാ. ഏപ്രിൽ ഫൂൾ അല്ല, ഏപ്രിൽ 1. ഇന്നെന്റെ ബർത്ത്ഡേയാ, ഓർമ്മയില്ലേ? ഇതുവരെ കാണാത്തൊരു ട്രീറ്റ് ഞാൻ തരാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു അടിപൊളി റെസ്റ്റോറന്റ്. ഹായ് ചിന്നു. ഞാൻ ലോണിന് എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എന്തിനാ? ഓർത്തിന് എന്നെ കാണുമ്പോ ഭയങ്കര സൂക്കേടാ. എന്റെ പുറകെ നടന്ന് പാട്ട് പാടുവാ. എന്തു പാട്ടാവൻ പാടുന്നത്? എന്റെ എല്ലാം അല്ലേ എന്റെ ചേലത്തെ ചെമ്പരും തല്ലേന്ന്. ആഹാ, അത്രയ്ക്കായോ ധിക്കാരി. എന്റെ ചിന്നുവിന്റെ പുറകെ നടന്ന് പാട്ട് പാടാൻ മാത്രം ധൈര്യമോ? ഞാൻ കരാട്ടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന കാര്യം അവൻ മറന്നു കാണും. എവിടെ അവൻ? ദേ അവിടെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആഹാ, ദേ അവനാ.
ഇലക്ട്രിക് ആയതുകൊണ്ട് എന്റെ കൈ അങ്ങനെ അവന്റെ മർമ്മത്തുകൊണ്ട് അവനെ ഉരുണ്ടു വീണ് ചത്തു. അതിന്? ഇത് ചിന്നുവിന് തന്നെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. എങ്ങനെ? അവൻ പുറകെ നടന്ന് എന്തു പാട്ടാ പാടുന്നേ? എന്റെ എല്ലാം അല്ലേ എന്റെ ചേലത്തെ ചെമ്പരം ആ, തന്നെ. ഇനി അവൻ അങ്ങനെ പാടുമ്പോ ചിന്നു തിരിഞ്ഞു നിന്ന് വേറൊരു പാട്ട് പാടിക്കൊടുത്താ മതി. ഏത് പാട്ട്? ആട്ടുകല്ലേ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. ദോശ ചുടുന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയണോ? ലോണന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് വല്ല താജിലോ മലബാറിലോ പോയി നല്ല നല്ല ഫുഡ് മേടിച്ചു തരുമെന്നാ. ഇതേതോ തുക്കട ഹോട്ടലും പൊറോട്ട ബീഫ് ഫ്രൈ. ആർക്ക് വേണം ഇത്? അയ്യോ, ഇത് തുക്കട ഹോട്ടൽ അല്ല, വളരെ ഫേമസ് ആ. കേട്ടിട്ടില്ലേ? കുറ്റിക്കാട്ടിൽ റിസോർട്ട് റെസ്റ്റോറന്റ്. ഇനി നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ഞാൻ താജിലോ മലബാറിലോ പൊന്നാനിയിലോ കൊണ്ടുപോയി മുന്തിയേന ഭക്ഷണങ്ങൾ വാങ്ങിച്ചു തരും. ഇങ്ങനെ പൊങ്ങച്ചം പറയാനല്ലാതെ സ്നേഹത്തോടുകൂടി ഒരു വാക്കെങ്കിലും ലോണൻ എന്നോട് പറയാറുണ്ടോ? ഓ, ചേട്ടന്റെ ഒരു തമാശ. നോക്കി നിൽക്കാതെ ഈ ലിവർ എടുത്ത് കഴിക്കന്റെ കരളെ. ആ ഷുഗർ ഇങ്ങനെ എടുത്ത എന്റെ പഞ്ചാര. കണ്ടോ, അതുപോലെയാ സ്നേഹമുള്ള ആണുങ്ങള്. അല്ലാതെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ നടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അയാള്. കണ്ടില്ല അയാള് പറഞ്ഞത്? ആ ലിവറിങ് എടുക്കന്റെ കരളേന്ന്. അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, ആ ഷുഗറിങ് എടുക്കന്റെ പഞ്ചാരന്ന്. ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സ്നേഹമുള്ള വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ? എനിക്ക് പറയാനൊക്കെ അറിയാം. ഞാൻ പറയട്ടെ? ആ ബീഫിങ് എടുത്തേടി പോത്തെ. ഞാൻ പോവാ. അയ്യോ, ശരിയായില്ലെങ്കിൽ വേറെ പറയാം. വന്നിരുന്ന് കഴിക്കണ്ട കഴുതേ. അയ്യോ, പോവല്ലേ. ഇനി ഞാൻ ലോണിനോട് വഴക്കിടില്ല കേട്ടോ. ഇങ്ങനെ പിണങ്ങിയാലെങ്ങനാ? നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളതല്ലേ. ലോണിന് എന്നെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഹണിമൂൺ ഊട്ടിയിലായിരിക്കോ അതേ കൊടൈക്കനാലിലായിരിക്കോ? ഞാൻ പറയുന്നത് ലോണ കേൾക്കുന്നില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിലായിരിക്കോ അതോ പട്ടണത്തിലായിരിക്കോ വീട് വെക്കുന്നത്? കുറച്ച് ബാക്കിൽ ചിന്തിക്കുന്നതാണ് നല്ലത്. ലോണിന് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നതല്ല ലോണ ശ്രദ്ധിക്കുന്നത്. ലോണ അയ്യോ അമ്മച്ചി, ഞാൻ നുള്ളിയില്ല. അല്ല എന്താ അയ്യോ, ഞാൻ നുള്ളിയില്ല. എന്താ അമ്മയുടെ പ്രായം ഉണ്ടല്ലോ. അമ്മച്ചിയാണ് നുള്ളി. എവിടുന്ന് കിട്ടി പെങ്ങളെ ഈ സാധനത്തിനൊക്കെ? അയ്യേ, വൃത്തികെട്ടവൻ. സത്യമായിട്ട് ഞാൻ ആ അമ്മച്ചിയെ നുള്ളിയില്ല. ഇല്ല, ഞാനാ നുള്ളിയത്. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലേ നിങ്ങളെപ്പോലുള്ള ആളുകൾ നന്നാവുള്ളൂ. ഓ, ഈ റിയാലിറ്റി ഷോക്കാരെ കൊണ്ട് തോറ്റ്. മഴ പെയ്യണ് മഴ പെയ്യണ് മഴ ചന്നം പിന്നം ഓ, ഇതെന്നാ പാട്ടത്? മഴ പെയ്യണ് ചന്നം പിന്നം. അത് വേണ്ട. പ്രണയമണിത്തൂവൽ വിരിയും പവിഴമഴ. ഓ, പവിഴമഴ അത് വേണ്ട. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്ക് മരം എടുത്തടിച്ചു. എന്റെ സാറേ, സാറിത് എന്താ പാടണേ? എടോ, എൻ്റെ മോള് റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുന്നുണ്ട്. അവൾക്ക് കുറച്ച് പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്റെ ദൈവം, ഇത് ഈ കാറ്റിന്റെ മഴയുടെ പാട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ എവിടെയാ ജോലി ചെയ്യണത്? നമ്മള് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തില്. ആണല്ലോ. അപ്പൊ നമുക്ക് ബന്ധം എന്തൊക്കെയായിട്ടാ? കാറ്റ്, മഴ, ഇടിവാള്, മേഘം, ഇതൊക്കെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഈ പാട്ട് എങ്ങനെ നോക്കി? ഏതാ? മിന്നലേ മിന്നലേ താഴെ വരൂ. എന്റെ സാർ എന്ത് വർത്താനം ഈ പറയണേ? ഒരു ഇടിമിന്നലിനോട് താഴേക്ക് വരാനാ? ഒരു ഇടിമിന്നല് വന്ന് നമ്മൾ കത്തിക്കരിഞ്ഞ് പോവില്ലേ? ഞാനിവിടെ പ്രാർത്ഥിക്കാം, ഇടിമിന്നലേ വരല്ലേ വരല്ലേ വരല്ലേ. ഒരാളോട് വിളിച്ചു വരുത്തുന്നു. അതെ, ഫോൺ വേണ്ടി. അപ്പൊ നമുക്ക് പാട്ടിന്റെ ചർച്ച പിന്നെ. ഓക്കെ. ഹലോ ഹലോ, ആ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ? അതെ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണേ. എന്താണ്? ഈ തെക്കൻ കേരളത്തിൽ എന്നു മുതലാ മഴയെന്നറിയാൻ വിളിച്ചയാ. തെക്കൻ കേരളത്തിൽ എന്നുമുള്ള മഴയാണോ? ഈ 28-ാം തീയതി മുതൽ പെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ, അത് ഈ അടുത്ത മാസത്തേക്കൊന്ന് ആക്കി തരാവോ? അടുത്ത മാസത്തേക്ക് ആക്കാനോ? അല്ല, ഇത് ആരാണ് ഈ വിളിക്കുന്നത്? ഞാൻ ഈ നോൺസൺ ആൻഡ് നോൺസൺ കൊടക്കമ്പനിന്ന് വിളിക്കുകയാണേ. കൊടയുടെ പണി തീർന്നിട്ടുമില്ല, പരസ്യത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ശരി, നോൺസൺ ആൻഡ് നോൺസൺ കൊടക്കമ്പനിന്ന് വിളിക്കാനല്ലേ? അതെ അതെ. ആരാ സംസാരിക്കുന്ന? ആരാ? ഞാൻ കമ്പനിയുടെ മുതലാളിയാണ്. മുതലാളിയാണോ? സാറേ, ആ, നമ്മളെയൊക്കെ ഒന്ന് കാണു സാറേ. അത് നാളെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് കണ്ടാ പോരെ? മതി മതി മതി, വീട്ടിൽ വന്നാ മതി. ഓ, ശരി എന്നാ. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ അടുത്ത മാസം മുതൽ അങ്ങോട്ട് തകർത്തേക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. എടോ, നമ്മള് അടുത്ത 28-ാം തീയതി മുതലാണ് തെക്കൻ കേരളത്തിൽ മഴ പെയ്യിക്കാൻ ഉദ്ദേശിച്ചത്. അത് ഒരു മാസത്തെ ഇങ്ങോട്ട് തള്ളിക്കണം.
ഒരു മാസത്തേക്ക് നീട്ടണം. നീട്ടല്ലേ? ഇടയ്ക്ക് ഓരോ കാറ്റൊക്കെ ഇട്ടൊന്ന് അങ്ങോട്ട് പുകപ്പിച്ച മതി. ഇപ്പൊ പറഞ്ഞാൽ ഇത് മാറ്റി കൊടുത്താലേ. അല്ലേ? അതെ. കാറ്റും പുകയല്ലേ? കാറ്റും പുകയും. ഹലോ, നമസ്കാരം. ഞാൻ അനന്ത അജ്ഞാതൻ. മനസ്സിലായി. ഈ ടി വിയിലൊക്കെ പരിപാടി നടത്തുന്ന സാറല്ലേ? അതെ. നമസ്കാരം സാറേ. നമസ്കാരം. ഈ വന്നതിന്റെ ഉദ്ദേശം മിഥുനത്തിൽ മഴ പെയ്യുമോ എന്ന് എനിക്കറിയണം. മിഥുനത്തില് പറയാൻ പറ്റില്ല. ചിലപ്പോ മഴ പെയ്യും, ചിലപ്പോ മഴ പെയ്യും. അയ്യോ, അങ്ങനെ പറഞ്ഞ കാര്യമില്ല. പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പിച്ചറിഞ്ഞേ പറ്റൂ. ഓക്കെ, പെയ്യിപ്പിച്ചേക്കാം. അതെന്താ ചോദിക്കാൻ കാര്യം? അല്ല, മിഥുനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാലേ ഈ കൂലിപ്പണിക്കാർക്ക് മോശം വാരം എന്ന് അടുത്ത ആഴ്ച TV പറയാൻ വേണ്ടിയാണ്. മനസ്സിലായി. ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് വേണം. അതായത് കൂലിപ്പണിക്കാർക്ക് മഴ പെയ്താൽ പണിക്കുവാൻ പറ്റില്ലല്ലോ. പണിക്കാൻ പറ്റില്ല. കർഷകരാണല്ലോ. അത് ഇവിടെ നിന്ന് അറിയുകയും ചെയ്യാം, സാറിന് അങ്ങോട്ട് പറയുകയും ചെയ്യാം. മനസ്സിലായല്ലേ? ഇവിടെ വന്ന കാര്യം ആരോടും പറയണ്ട. പറയില്ല. എന്റെ നാള് അത്തംകാരിങ്ങനെ കുത്തിയിരുന്ന പിത്തം പിടിക്കും. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അല്ല, എന്റെ നാള് കേട്ടില്ല. എന്റെ നാളാണ് തൃക്കേട്ട. വൃത്തികെട്ട നാളും കൊണ്ട് വൃത്തികെട്ടവന്മാർ നടക്കുന്നു. നമസ്കാരം. പോട്ടെ. കണ്ടോ, TV പരിപാടിക്കാരൊക്കെ വന്നു തുടങ്ങി നമ്മുടെ സ്ഥലത്ത്. ഫോൺ തന്നെ. ഹലോ. ഹലോ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ? അതെ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തന്നെ. നിങ്ങൾ ഈ പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴയെന്ന്. അതെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. സാർ ഇങ്ങോട്ട് വന്ന് നോക്ക്. ഇവിടെ മഴ പോയിട്ട് മഴയുടെ ഒരു CD പോലും ഇല്ല. ഈ ചിറാപുഞ്ചിയിൽ നിന്ന് ഇത് ആരാ സംസാരിക്കുന്നത്? മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പല. വേഴാമ്പലേ വെച്ചിട്ട് പോടാ അവിടെ നിന്ന്. മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലാണ്. ഇവിടെ നമ്മൾ ഒരു വിധത്തിലെ മഴ. ഒന്നാമത്തെ ഹൈ റേഞ്ച് അല്ലേ? ഈ സാധനമൊക്കെ കയറ്റി അവിടെ ചെന്ന് എപ്പോ പെയ്യിക്കാനാ? അവന് മഴ കൊടുക്കാൻ. എന്റെ സാറേ, സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? സാറ് കഴിഞ്ഞ ആഴ്ച ഒരു ചാക്ക് മണവിൽ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നോ? ആ കെട്ടിടത്തിന്റെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് ഇന്നലെ മഴയത്ത് അത് നനഞ്ഞുപോയി ഒറ്റ കളറായിന്നേ. ഇന്നലത്തെ മഴയത്ത് മഴ നനഞ്ഞ് മഴവിൽ ഒറ്റ കളറായി പോയി. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ നാട്ടിൽ കാണിക്കാന്ന് പറഞ്ഞ് 2-3 മഴവിലെടുത്ത് മാറ്റി വെച്ചു. അതൊക്കെ നനഞ്ഞു പോയി. താന് പണി, നമ്മുടെ ടെറസിന്റെ മുകളിൽ കൊണ്ടിട്ട് എല്ലാം കൂടെ ഉണക്ക്. ഈ മാഞ്ഞു പോയ ഭാഗമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് സ്കെച്ച് പേന മേടിച്ചിട്ട് അങ്ങ് വരച്ച് ചേർക്കാം. നമ്മൾ പല ആളുകൾക്ക് മഴവില് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കളറില്ലെങ്കിൽ നാണം കിട്ടുമോ? ദൈവമേ, ഇന്ന് എവിടെയാ മഴ കിടക്കണേന്ന് നോക്കട്ടെ. അയ്യോ, വന്നേ. എന്നാ സാറേ? ഒരു അന്യഗ്രഹ ജീവി ഭൂമി ആക്രമിക്കാൻ വരുന്നു. ഭൂമി ആക്രമിക്കാനോ? കണ്ട പല്ലും കൊമ്പൊക്കെയായിട്ട് നോക്ക്. എന്റെ അമ്മേ, ദൈവമേ, എന്റെ ഈശ്വര. അന്യഗ്രഹ ജീവി എന്നല്ലത്, പിന്നെ ഇത്തിരി പാറ്റയാണത്. പാറ്റ കണ്ട് പേടിപ്പിച്ചിരിക്കുന്നു. ഞാൻ പേടിച്ചു പോയി. സാറേ, പ്ലൂട്ടോ. ഇത് പ്ലൂട്ടോ. നീ ആടാ പ്ലൂട്ടോ? ഞാനല്ല, നീ നിന്റെ വീട്ടുകാരാ? ഈ പറഞ്ഞ സാധനം നിന്റെ കുടുംബക്കാര്. സാർ എന്നീ പറയണേ? നീ എന്താ പറഞ്ഞത്? സാറേ, ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായ? ഇല്ല. ഭ്രമണപഥത്തിൽ നിന്നും പ്ലൂട്ടോ ഗ്രഹം മാറിയിരിക്കുന്നു. അതായിരുന്നാ? ഞാൻ ഓർത്ത് എന്റെ എട്ടപ്പേര് നീ അറിഞ്ഞു കാണുന്നു. നാട്ടുകാരങ്ങനെ വിളിക്കണ്ടെന്ന് വെച്ച് നീയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊരു വിഷമാവില്ല. എന്റെ വീട്ടുകാരെ ശബ്ദം ഉണ്ടാക്കാം. ഹലോ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമല്ലേ? അതെ. അതെ സാറേ, ഈ ഇരവിപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവാൻ വല്ല സാധ്യത ഉണ്ടോ? ഇരവിപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോന്നോ? ഒരു സെക്കൻഡ്. ഇല്ല, ഇരവിപുരത്ത് അടുത്തെങ്ങും മഴയില്ല. ഈ മാസം അത്യാവശ്യം മഴ വേണമായിരുന്നു. ഇല്ല, ഈ മാസമൊക്കെ ഞങ്ങൾ ഫുൾ ഫില്ലാണ്. മിക്ക സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇരവിപുരം പഞ്ചായത്തിൽ ഇല്ല. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. 2 മാസത്തേക്ക് നോക്കണ്ട. 2 മാസത്തേക്ക് നോക്കണ്ട. 2 മാസത്തേക്ക് നോക്കണ്ടേ? ഒരു വഴിയില്ലേ? ഒരു വഴിയുണ്ട്. പിന്നെ ഒരു ഫോൺ നമ്പർ തരാം. പുള്ളിനെ കൊണ്ടുവന്നാ മഴ പെയ്യിക്കാം. പെയ്യോ? പെയ്യും. എന്നാ ഫോൺ നമ്പർ എടുത്തോ. പിടിച്ചോ. ഞാൻ പേനയൊന്നും എടുത്തോട്ടെ? എടുത്തോ. പറഞ്ഞോ. എടുത്തോ. 984 666 29 88. സാറേ, ഇത് ആരുടെ നമ്പരാ? ഋഷ്യശൃംഖൻ എന്ന് പറയും. അയാളിപ്പോ ഇവിടെ ഉണ്ടോ? ഇല്ല, അമേരിക്കയില. ഫാമിലി ആയിട്ട്. ഫാമിലി ആട്ടോ? വരുമ്പോ ആ വൈശാലിയും കൂടെ ഒന്ന് കൊണ്ടുവരാൻ പറയണേ. വൈശാലിനെ കൊണ്ടു ചെല്ലുമെന്ന്. എന്നിട്ട് വേണം നമ്മളെ കുടുക്കിച്ചാടാൻ. നമ്മൾ കുടിക്കലാക്കാനായി. ഞാൻ അവിടെ എത്തിയെന്ന് അതേന്ന് ഞാൻ ഓഫീസിൽ എത്തിയടാ. എങ്ങാതി ഞാൻ സംസാരിച്ചോളാം. ഓഫീസർ ഇവിടെ ഇരിക്കണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ അല്ലേ? റെഡി. നമസ്കാരം സാർ. ഞാൻ ഈ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. അപ്പൊ അവിടെ എങ്ങും മഴയില്ല. ഇല്ല. അപ്പൊ ഒരു 2-3 ദിവസത്തേക്ക് അവിടെ നിന്ന് മഴ പെയ്യിപ്പിക്കണം. എന്നാ ഉദ്ദേശിക്കണ? അല്ല, ഞാൻ ഈ മാസം 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണെങ്കിൽ വളരെ രസമായിരിക്കും. ഞാൻ അവിടെ ഉണ്ട്. ഫ്രീയാ. ഞാൻ 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. 31 നമുക്ക് നോക്കട്ടെ. അങ്ങനെ നമുക്ക് ചാടി കയറി പറയാൻ പറ്റില്ല. ഓരോ സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കും. ആയിക്കോട്ടെ. 25 മുതൽ 25 മുതൽ 31 വരെ. 25 അത് 19 ആറ്റിങ്ങൽ, 20 വൈക്കം, 21 25 25 മുതൽ 31 വരെ. നിങ്ങളുടെ ഏതാ പഞ്ചായത്ത്? അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത്. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്ത് മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലെ മഴ.
25 മുതൽ 31 വരെ മഞ്ഞപ്രക്കാരം എടുത്തേക്കാം. അല്ല ഭയ്യ അത് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്. അല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവർ മഴയുടെ കൂടെ 2 ഇടിയും 3 മിന്നലും എടുത്തിട്ടുണ്ട്. അവര് 2 ഇടിയല്ലേ എടുത്തുള്ളൂ, ഞങ്ങൾ 4 ഇടിയാക്കാം. അത് ശരി. 3 മിന്നലും കൂടുതൽ, 5 മഴയും. അതെ, മിന്നൽ ഇവര് കൂടുതൽ എടുക്കാന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് സംഭവം മിന്നൽ കൂടുതൽ എടുക്കാൻ നമുക്ക് കാശ് കിട്ടുന്നത് മിന്നലിന്റെ കാശ് മറ്റൊരു മാർക്കറ്റിൽ ഒരു പണിയാ. മിന്നല് കൂടുതൽ എടുക്കൂലല്ലേ? മിന്നൽ കൊടുങ്കാറ്റും എടുക്കും ഞങ്ങൾ. കൊടുങ്കാറ്റ് എടുക്കും, പിന്നെ ലാഭം നമുക്ക് തന്നെ. അപ്പൊ ഒരു പണിയാ, 25-ആം തീയതി മുതൽ 31-ആം തീയതി വരെ അയ്യമ്പുഴയിലേക്ക് ആക്കിക്കോ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യണം. കാണണം. പിന്നെ കാണൂലേ. 25-ആം തീയതി മുതൽ ഈ 31-ആം തീയതി നോക്കട്ടെ. ഓക്കെ. സംഭവം നോക്കി, ഇത് മഞ്ഞപ്പുഴയുടെ മുകളിലല്ലേ? അതെ, മഞ്ഞപ്പുഴയുടെ മുകളിലല്ലേ മേൻ കിടക്കുന്നത്? മുകളിൽ തന്നെയാണ്. മാറ്റട്ടെ, ഇങ്ങോട്ട് മാറ്റിക്കോ. നോക്കട്ടെ. കാക്കനെ വെറുതെ വിട്ടോളൂ. കാക്ക സൈഡിൽ പൊക്കോളും. അല്ല, തനിക്ക് ഉന്നം കിട്ടില്ല. ഒന്ന് ഒതുക്കി. മഞ്ഞപ്പുറന്ന് മാറി അയ്യമ്പുഴയുടെ മുകളിലാണ് ഇപ്പൊ. ഓക്കെ, ഒരു 2 മിന്നൽ കയറ്റി വിട്ടോ കേട്ടോ. മഞ്ഞപ്പുറയിൽ ഒരു തുള്ളി മഴ പെയ്യരുത്. ഓക്കെ ആണല്ലോ. അവള് നമ്മളെ ഒരു ചെറിയൊരു പ്രശ്നത്തിലാ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഒപ്പിടണം. എവിടെയാ? ഈ പേപ്പറിന്റെ ഇവിടെ ഒരു ഒപ്പിടണം. ഇട്ടോ, എഴുതാനും വായിക്കൊന്നും അറിയില്ല. താൻ ഇന്നലെ എവിടെ പോയി കയറുന്നു? ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. മിനിങ്ങാന്നോ? ഒരു മരണം ഉണ്ടായിരുന്നു. 4 നാളോ? അന്നൊരു വീട് പാലുകാച്ചുണ്ടായിരുന്നു. ഓക്കെ, അതിന് തൊട്ടുമ്പോഴുള്ള ദിവസം വെറുതെ വീട്ടിലിരുന്ന് ഒരു രസം. വെറുതെ വീട്ടിലിരുന്ന്. പിന്നെ എന്താ ഇന്ന് ഇങ്ങോട്ട് പോകുന്നത്? പട്ടിണി കിടക്കണ്ടല്ലോ, ഒരു രസം. താനൊരു ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ അല്ലേ? താൻ ഇങ്ങനെയാണോ ഓഫീസിൽ കയറി വരുന്നത്? അറിയില്ലേ? ഇല്ല. ഞങ്ങളുടെ ഓഫീസിലെ മേഘം ചവിട്ടി കുഴക്കണ ഇയാളാ. ഈ പുള്ളി മേഘമൊക്കെ ചവിട്ടി കുഴച്ചിട്ട് വേണം ആകാശത്ത് ഫിറ്റ് ചെയ്യാൻ. അതെ, അങ്ങനെ മഴ. വേറൊരു കാര്യമുണ്ട്, 25-ആം തീയതി മുതൽ 31-ആം തീയതി മഴയുടെ കാര്യം എന്റെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടാ? അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത്. നേരത്തെ എത്തിയേക്കണം, ഞാനും സഹായിക്കാൻ ചവിട്ടി കുഴക്കാൻ. എടുത്തു വച്ചേക്കണം. ഇന്ന് എത്രയാക്കുണ്ട്? ഇന്ന് 12-13 ചാക്കങ്ങൾ ചവിട്ടി കുഴക്കേണ്ടി വരും. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ അടിച്ചു തീർത്തേക്കാം. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. ദൈവമേ, നശിപ്പിച്ച്. എന്താണോ താഴെ ഇട്ടത്? എന്റെ സാറ് ഞാനൊരു മിന്നൽ കൊണ്ടുവച്ചു. ഒരു ഇടി കൊണ്ടുവയ്ക്കുമ്പോഴത്തെ ഒരു ചെറുത് താഴെ വീണന്റെ ശബ്ദം കേട്ടത്. ഇടിയൊക്കെ നിലത്തിട്ട് പൊട്ടിച്ചു കളയല്ല. ഇനി ഇടി പൊട്ടിച്ചു കളഞ്ഞാ പൊട്ടിക്കും. കേട്ടോ. ഒപ്പിടാൻ ഒരു പണി ചെയ്യണം. ഒരു 4 ഫയലിലും കൂടി ഒപ്പിടാൻ ഞാൻ ആ ഫയലും എടുത്തിട്ട് വരാം. സാറോടെ ഇരിക്കട്ടോ. ആടാ, അത് എടുത്ത് വെക്കടോ. മഴ ഞങ്ങൾ ബ്ലാക്കിൽ പെയ്ച്ചു തരാം. ബ്ലാക്കിൽ മഴ പെയ്ച്ചു തരാം. ബ്ലാക്കിൽ മഴ പെയ്യിപ്പിക്കണ പരിപാടി ഉണ്ടോ? എങ്ങനെയാത്? ഇതൊക്കെ സർക്കാർ ഓഫീസല്ലേ, കൈക്കൂലി കൊടുത്ത് മുടിയത്തേ ഉള്ളൂ. ഇതൊക്കെ പെയ്ത് നമ്മളൊക്കെ പറഞ്ഞാലുണ്ടല്ലോ മഴ അച്ചട്ടാണ്. പിന്നെ എങ്ങനെയത് പെയ്യണത്? എന്നൊക്കെ ആളുകളുണ്ടെന്ന്. ആരൊക്കെയത്? ഞാനും എൻ്റെ അനിയന്മാരും കുറച്ച് പിള്ളേരും ഒക്കെ ഉണ്ട്. വീട്ടിൽ കുളം ഉണ്ട്. കുളം? ആ പഞ്ചായത്ത് മൊത്തം കുളമായിട്ട് കിടക്കാല്ലേ? ആണല്ലോ. ഞങ്ങൾ നേരെ അങ്ങോട്ട് വരും. കുറച്ച് കറ്റയും ചൂട്ടും ഒക്കെ നേരെ കത്തിച്ചുകൊണ്ട് നേരെ കുളത്തിലേക്ക് ഇറങ്ങും. കുളത്തിന്റെ അടിയിൽ നിന്ന് നേരെ ഇതെല്ലാം കൂടി കത്തിച്ച് കൃത്രിമ നീരാവി ഉണ്ടാക്കും. ഉണ്ടല്ലോ, അതുപോലത്തെ സാധനം കൃത്രിമ നീരാവി. ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ കാലമാണ്, പഴയ പോലെ ഒന്നും അല്ല. ഞങ്ങൾ നേരെ ഈ കൃത്രിമ നീരാവി ഉണ്ടാക്കി നേരെ മേഘങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് നേരെ ഒരൊറ്റ മഴയാണ്. പിന്നെ ബ്ലാക്കിൽ മഴ ഇവിടുത്തെ ഒന്നും കൊടുക്കണം. ഇപ്പൊ ഭയങ്കര പൈസയാണ്, കൈക്കൂലി കൊടുത്ത് ഊപ്പാട് വരും. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഓഫീസിന്റെ അടുത്ത് വന്ന് ബ്ലാക്കിൽ മഴ പെയ്യിപ്പിച്ച് കൊടുക്കരുത്. എന്ത്? ഞങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ഇവിടെ ആള് സ്റ്റാഫ് ഇരിക്കണില്ലേ? ഇനി മേലെ ഈ പരിസരത്ത് കണ്ടുകൊടുത്തു. ഒരു ബ്ലാക്കിൽ മഴ പെയ്യിക്കലുകാരും ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുകാരെ കൊണ്ട് തോറ്റ്. സാറേ, ഒപ്പും കൊപ്പൊന്നുമില്ല. സാറങ്ങ് പോയിക്കേ, ഞങ്ങൾ അവിടെ മഴ പെയ്യിച്ചാ പോരെ. ഒപ്പ് വരെ സമരം ചെയ്യും, സമരം ചെയ്യും, പെയ്യിക്കും 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 പെയ്യിക്കും, ചറ പറ പെയ്യിക്കും, ചറ പറ പെയ്യിക്കും, പെയ്യിക്കും വരെ സമരം ചെയ്യും. അവനെ വിളിച്ചിട്ടോ. എല്ലാരും അവിടെ പോക്കോ, ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ടേ വരത്തുള്ളൂ. സമരം ചെയ്യാനായിട്ട് വന്നു. ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്റെ പൊന്നു സുഹൃത്തെ, താൻ എത്ര ദിവസം ഈ ഓഫീസിന്റെ മുമ്പിൽ കിടന്ന് ഈ ജാഥ വിളിക്കുന്നത്? അല്ല, എന്തിനു വേണ്ടിട്ട് ഈ ജാഥ വിളിക്കുന്നത്? മഴ പെയ്യിക്കണം. മഴ പെയ്യിച്ചാ പോരെ? അത് ഞങ്ങൾ പെയ്യിച്ചോളാം. വേറൊരു കാര്യം പറയട്ടെ, ഈ തഴക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്റെ ഗ്രാമമാ. ആണോ? കേൾക്കണം. കേൾക്കാം. പുഴകളും മലകളും മലഞ്ചരിവുകളും സാരി
എന്തോ കാണിക്കുന്നത് സാറേ? അല്ല സാധാരണ ഈ സിനിമയിലും കാസറ്റിലൊക്കെ ഈ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഒരു മ്യൂസിക് ഉണ്ട്. അല്ല, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. മ്യൂസിക് വേണ്ടേ? അതായത് ഒരു മഴ, പേരിന് വേണ്ടി ഒരു മഴ പെയ്ത് ഞങ്ങളുടെ കുളത്തിലും പുഴയിലും വെള്ളമൊന്നും നിറയ്ക്കുമോ സാറേ? രാജസ്നേഹി, ഞാൻ ഇപ്പഴാ ഒരു യഥാർത്ഥ രാജസ്നേഹിയെ കണ്ടത്. സാധാരണ എല്ലാവരും പേഴ്സണൽ ആയിട്ട് വന്ന് പറയാറ്, മഴ പെയ്തില്ല അതുകൊണ്ട് കിണർ നിറഞ്ഞില്ല, പൈപ്പിൽ വെള്ളമില്ല, പിള്ളേർ സ്കൂളിൽ പോയിട്ടില്ലെന്ന്. ഇപ്പോഴാണ് സ്വന്തം നാട്ടിലെ പുഴ നിറച്ച് കാണണമെന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ രാജസ്നേഹിയെ ഞാൻ കണ്ടത്. രാജസ്നേഹം കൊണ്ടൊന്നുമില്ലെന്ന്. പിന്നെ പുഴയിൽ വെള്ളമില്ലാത്ത കാരണമേ ഒരു കുളിസീൻ കണ്ടിട്ട് 7 മാസമായി. എന്റെ കണ്ണാണ് കടിച്ചിട്ടും പാടില്ല. നല്ല വിശക്കുന്നു. ഇവിടെ ഒന്നും വെച്ചില്ലേ? വെച്ചടാ, വന്ന് തിന്നോ തിന്നോ. ആണായിട്ടൊരു മോൻ പറഞ്ഞപ്പോ ഞങ്ങൾ കരുതി ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ തീർന്നെന്ന്. ബൂസ്റ്റ് ഇരിപ്പുണ്ടോ? ഞാൻ എടാ, നിനക്ക് എന്തെങ്കിലും കഷ്ടപ്പാടില്ലാത്ത പണിക്ക് പോകാൻ പാടില്ലേ? ജോസ് കുട്ടി വന്ന് വിളിച്ചപ്പോ അമ്മ എന്നെ വിട്ടോ. അവൻ എന്താ പണി? അവൻ ലേഡീസ് ഹോസ്റ്റലിലെ വാച്ച്മാൻ. ഒന്നുമില്ലെങ്കിൽ എനിക്കും അവിടെ പോയി ഇരിക്കാറുണ്ടല്ലോ. എടാ, ഞങ്ങള് തെണ്ടി ചെലവിന് തന്നാലും എന്റെ മോനാ പണിക്ക് പോണ്ട. അമ്മ, എന്റെ ആരോഗ്യത്തിന് പറ്റിയ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ നടക്കുന്നു. എടോ, നിന്നെ പോലുള്ള ചെറുപ്പക്കാർ എന്തോരം പണിക്ക് പോകുന്നു. നിനക്ക് അതുപോലെ എന്തെങ്കിലും പണിക്ക് പോകാൻ പാടില്ല. ശരി, എന്നാ അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു കലാകാരനായ ഞാൻ ഒരു പണി തിരഞ്ഞെടുത്തു. എന്താണാവോ? പെയിന്റിംഗ് പണി. അങ്ങനെ ഒരു തൊഴിലൂടെ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ലല്ലോ. കാശ് മുടക്കുന്നവനല്ലേ ദണ്ണമുള്ളൂ. നമുക്കാര് കാശ് തരുന്നോ പണിയെടുക്കാം. പിന്നെന്ത് പേടിക്കാൻ? ആഹാ, ഇത്രയും നന്നായിട്ട് ഞാൻ എപ്പോ തുടങ്ങിയത് എഴുതാൻ? ഇനി ഒരുത്തന്നെ ഇതിനകത്ത് കമാന്നൊരക്ഷരം എഴുതുകയില്ല, പോസ്റ്റ് ഒട്ടിക്കുകയില്ല. അത്രയ്ക്കായി. പരസ്യം പതിക്കരുത്. പരസ്യം പതിക്കരുത്. അല്ല, പരസ്യം പതിച്ചാൽ എന്നാ കുഴപ്പം? വീട്ടുകാരെ, പരസ്യം പതിച്ചാൽ എന്നാ കുഴപ്പം? പരസ്യം പതിക്കരുത്. പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പം? പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പമെന്നാ? അതിവർക്കാർക്കും അറിയില്ലേ? ആ, പരസ്യം പതിച്ച പല കുഴപ്പങ്ങളുണ്ട്. അതിവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കും. ഈശ്വരാ, ഞാൻ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചു വെച്ചതാ.